നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16 ബുധനാഴ്ചയാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, താരിഫ് ഷോക്കിൽ നിന്ന് കരകയറുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വിപണിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഏപ്രിൽ 2 ശേഷമുള്ള മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റിക്കവറി വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതുമാണ്. ഇതിനോടൊപ്പം FIS തിരികെ ബൈയിങ്ങിലെത്തി, വിക്സ് 20% ഇടിഞ്ഞു. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ട കാര്യങ്ങളാണ്. പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. ചൊവ്വാഴ്ച US വിപണികൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. താരിഫുകളെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുന്നു. ഉപഭോക്തൃ ആരോഗ്യ സംരക്ഷണ ഓഹരികളാണ് കൂടുതലായി ഇടിഞ്ഞത്. ബാങ്ക് ഓഫ് അമേരിക്കയിൽ നിന്ന് റിസൾട്ടുകൾ പുറത്തു വന്നു. ഇത് വിപണിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്നലെ ഡൗ ജോൺസിൽ കൂടുതലായി വലിയ ഒരു ഇടിവുണ്ടായത് ബോയിങ് ആയിരുന്നു. ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതിന് കാരണമായത്. കാരണം ഇതാണ്: ബോയിങ് വിമാനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്താൻ ചൈന തങ്ങളുടെ വിമാനങ്ങളോട് പറഞ്ഞതായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. അതിനുശേഷം സ്റ്റോക്ക് 2.4% ഇടിഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഈ നീക്കം. ഇതുകൂടാതെ താരിഫുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇന്നലെ വന്നിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കും സെമി കണ്ടക്ടറുകൾക്കും താരിഫ് ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഓട്ടോ മേക്കേഴ്സിന്റെ ഏർണിങ്സിനെ ബാധിക്കും എന്നൊരു റിപ്പോർട്ട് കൂടി ഇന്നലെ അവിടെ പുറത്തു വന്നിരുന്നു. ഇതോടെ ഫോർഡ്, ജനറൽ മോട്ടോഴ്സ് എന്നിവ ഇടിയുകയുണ്ടായി. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ്, ബാങ്കിംഗ് ഓഹരികൾ നേട്ടമുണ്ടാക്കി. ഇന്ത്യൻ വിപണിയിലും ഇന്ന് ബാങ്കിംഗ് ഓഹരികൾ തന്നെയായിരിക്കും ഫോക്കസിൽ ഉണ്ടായിരിക്കുക. കാരണം ആഗോള വിപണിയിൽ ബാങ്കിംഗ് സെക്ടർ ഇന്നലെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. കൂടാതെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ റീറ്റെയിൽ പണപ്പെരുപ്പം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അത് ഇനിയും റേറ്റ് കട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാക്കിയിട്ടുണ്ട്. ഇത് ബാങ്കിംഗ് ഓഹരികളെ സംബന്ധിച്ച് ഫോക്കസിൽ വരാനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് കാണാം. ഇന്നലെ സ്പോട്ട് ഗോൾഡ് 0.7% നേട്ടമുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 69,760 രൂപയാണ്. ക്രിപ്റ്റോ സെഗ്മെന്റിൽ ബിറ്റ്കോയിൻ $83,000 ട്രേഡ് ചെയ്യുന്നു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഡയറക്റ്റ് ലിങ്ക് വഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെയും വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. 2025 മാർച്ചിൽ ചില്ലറ പണപ്പെരുപ്പം 3.34% കുറഞ്ഞു. 67 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. അതായത് 2019 ഓഗസ്റ്റ് മുതലുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. RBIയുടെ ടാർഗറ്റിന് താഴെയായിട്ടുള്ള ഒരു നിരക്കാണ് വന്നത്. അതും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി ഭക്ഷ്യ പണപ്പെരുപ്പത്തിൽ തന്നെയാണ് കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. 2.69% കുത്തനെ ഇടിയുകയാണ് ഉണ്ടായത്. ഫെബ്രുവരിയിൽ അത് 3.75% ഇപ്പോൾ ഈ പണപ്പെരുപ്പത്തിൽ ഉണ്ടായ കുറവ് 2026 സാമ്പത്തിക വർഷത്തിൽ ഒരുപക്ഷെ RBI 50 ബേസിസ് പോയിന്റ്സിൽ റേറ്റ് കട്ടിലേക്ക് വരെ പോകാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇതുകൂടാതെ പ്രധാന പണപ്പെരുപ്പം 4.1% സ്ഥിരത തുടരുന്നു. ഇത് സ്ഥിരമായ ആഭ്യന്തര ആവശ്യകതയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ആദായ നികുതി ഇളവുകളും ബാങ്കുകൾ വായ്പാ നിരക്കുകൾ കുറയ്ക്കുന്നതും ഹ്രസ്വകാല ഉപഭോഗം വർദ്ധിപ്പിച്ചേക്കാം. ഏതായാലും ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി ഇന്നുള്ളത്, 2025 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രവചിക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടാതെ ബീഹാർ, തമിഴ്നാട് എന്നിവ ഒഴികെയുള്ള ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും നല്ല മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായ 2ാമത്തെ വർഷവും ശക്തമായ മൺസൂൺ ലഭിക്കുന്നത് കാർഷിക മേഖലയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നലെ അഗ്രികൾച്ചർ സെക്ടർ ഫോക്കസിൽ ഉണ്ടായിരുന്നു. ഇന്നും ഫോക്കസിൽ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി ഇന്നലെ റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനി IREDA ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 48.7% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 501.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 47.3% വർധനവും കമ്പനി ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ആനുവൽ പ്രീമിയം ഇക്വലന്റിൽ 3.1% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. വാല്യൂ ഓഫ് ന്യൂ ബിസിനസ്സിൽ 2.4% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 122.3% വർധനവും, നെറ്റ് പ്രീമിയത്തിൽ 10.7% വർധനവും ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തി. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 0.85 രൂപയാണ് പ്രഖ്യാപിച്ചത്. ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 1.9% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 509.6 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്.
ഗ്രോസ് പ്രീമിയത്തിൽ 10.2% വർധനവും നെറ്റ് പ്രീമിയം റിട്ടേണിൽ 15% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അണ്ടർ റൈറ്റിംഗ് ലോസ് കുറഞ്ഞിട്ടുണ്ട്. 209.7 കോടി രൂപയിലാണ് ഇപ്പോൾ ലോസ് വന്നിരിക്കുന്നത്. അടുത്തതായി ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ബാങ്കിന്റെ ചില ഡെറിവേറ്റീവ് ഇടപാടുകളിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി ഒരു ബാഹ്യ ഏജൻസിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 2024 ജൂൺ വരെ ഈ പ്രശ്നങ്ങൾ 1979 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. ഇത് 2024 ഡിസംബർ വരെ ബാങ്കിന്റെ അറ്റാദായത്തിൽ 2.27% നികുതിക്ക് ശേഷം കുറവുണ്ടാക്കുമെന്നാണ് ഈ ഏജൻസി പറയുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതും നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർമാരായ അൻമോൾ, പുനീത് സിംഗ് ജഗ്ഗി എന്നിവരെ പ്രധാന തസ്തികകൾ വഹിക്കുന്നതിൽ നിന്ന് വിപണിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സെബി വിലക്കിയിരിക്കുന്നു. 1:10 അനുപാതത്തിൽ ആസൂത്രണം ചെയ്ത ഓഹരി വിഭജനം നിർത്താൻ സെബി ഇതോടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജെൻസോൾ എഞ്ചിനീയറിംഗിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കാനായി ഒരു ഓഡിറ്ററെ സെബി നിയമിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതലായി നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ നമ്മൾ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെയും ഒരു അപ്ഡേറ്റ് നമ്മൾ അവിടെയും നൽകാറുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി സ്വിഗ്ഗി എന്ന കമ്പനിയാണ്. നാഷണൽ കരിയർ സർവീസ് വെബ്സൈറ്റ് വഴി കൂടുതൽ ഗിഗ് ഡെലിവറി ജോലികൾ വാഗ്ദാനം ചെയ്യുന്നതിനായി കമ്പനി തൊഴിൽ മന്ത്രാലയവുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. അടുത്ത 2 മുതൽ 3 വർഷത്തിനുള്ളിൽ 12 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അവർ പദ്ധതിയിടുന്നു. അടുത്ത് ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. ക്വാളിറ്റി കെയർ ഇന്ത്യ ആസ്റ്റർ DM ഹെൽത്ത് കെയറുമായി ലയനത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്ന് Q4 റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ വിപ്രോ, ഏഞ്ചൽ വൺ, വാരി റിന്യൂവബിൾ എനർജി, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, സ്വരാജ് എൻജിൻസ്, GTPL, ഹാത്വേ തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബിർള സോഫ്റ്റ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം കമ്പനി തുടങ്ങിയവയാണ്. ഇന്ന് എക്സ് ഡിവിഡൻ ഡേറ്റ് ആയിട്ട് വരുന്ന ഒരു കമ്പനി മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. അടുത്ത് FIDE ആക്ടിവിറ്റിയിലേക്കാണ്. 6066 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തത്. DIS ആവട്ടെ 1952 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇപ്പോഴത്തെ ഈ ഏപ്രിൽ മാസത്തിൽ അവർ സെല്ലിംഗ് മോഡിൽ തന്നെയായിരുന്നു. ഇത് ആദ്യമായാണ് ഇന്നലെ അവർ ബൈയിങ്ങിലേക്ക് തിരികെ എത്തുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.40% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.31% ഇടിവിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,278 എന്ന നിലയിലാണ്. 106 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 65 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി എണ്ണ ആവശ്യകതയെക്കുറിച്ചുള്ള പ്രവചനം ഒപെക് നേരത്തെ ചെയ്തതുപോലെ വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച എണ്ണവില നേരിയ തോതിൽ ഇടിഞ്ഞു. WTI ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 61.40 എന്ന നിലയിലാണ്. 0.11% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $64.75 പെർ ബാരൽ എന്ന നിലയിൽ 0.22% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലേക്ക്. 23,328 500 പോയിന്റ്സ് അഥവാ 2.19% ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അതായത് 23,300 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് നിഫ്റ്റിക്ക് വെക്കാൻ സാധിച്ചു. നിഫ്റ്റി ഇപ്പോൾ 20-50 EMAകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 23,445 100 EMAയും 23,540 ലെവലിലുള്ള 200 EMAയുമാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സോണായി വരുന്നത് 23,660 മുതൽ 23,840 വരെയുള്ള ആ ഒരു സോണാണ്. ഫെബ്രുവരി മാസത്തിലും അതുപോലെ മാർച്ച് മാസത്തിലും ഈ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. ഇത്തവണ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 23,300, അതിനുശേഷം 23,000 ലെവലുകൾ തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,300, അതിനുശേഷം 23,000, അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന 23,000 എന്ന സ്ട്രൈക്കുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,250 സ്ട്രൈക്കിൽ
4882% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 142% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 23,300 സ്ട്രൈക്കിൽ 4602% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 327% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 23,350 സ്ട്രൈക്കിൽ 10,915% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 908% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,379 1377 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് മാത്രം ബാങ്ക് നിഫ്റ്റി ഉയർന്നത് ഏകദേശം 3200-ലേറെ പോയിന്റ്സ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതൊരു വലിയ പോസിറ്റിവിറ്റി തന്നെയാണ്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോഴും ബാങ്ക് നിഫ്റ്റി തന്നെയാണ് കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഉള്ളത് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ്. 52,514 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവൽ തന്നെയാണ്. അതിനുശേഷം ഇപ്പോഴത്തെ റീസെൻറ്റ് സ്വിംഗ് ഹൈ ആയിട്ടുള്ള 53,888 നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അപ്സൈഡിലെ ലെവലാണ്. കൂടാതെ ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ഒരു പിങ്ക് ബാറിന് സമാനമായ ക്യാൻഡിലാണ്. ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു അഡീഷണൽ പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കിയാൽ അതിൽ ഒരു റെസിസ്റ്റൻസ് ആയി മാറാൻ സാധ്യതയുള്ളത് 53,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇനി ഇന്നലത്തെ താരം ഇന്ത്യ വിക്സ് തന്നെയായിരുന്നു. 20% അടുത്താണ് ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിഞ്ഞത്. 16.12 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 20 എന്ന മാർക്കിന് അടുത്ത് നിന്നും പെട്ടെന്നുള്ള ഒരു ഡിപ്പ് തന്നെയായിരുന്നു ഇന്ത്യ വിക്സിൽ കണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ആദ്യ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് NISM റിസർച്ച് ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ആയിട്ടുള്ള ജയകൃഷ്ണൻ സാറാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ഫണ്ടമെൻ്റൽ, പ്രൈസ് ആക്ഷൻ, ഓപ്ഷൻസ് തുടങ്ങിയ മേഖലകൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം ലൈവ് ട്രേഡിംഗ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ ഓഫ്ലൈൻ ബാച്ചിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 മാസമാണ്. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. തിരുവനന്തപുരത്ത് നെറ്റയത്ത് വെച്ചിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.